ഫൈനൈറ്റ് ഫീൽഡ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ GF ഓഫ് 2n. GF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗലോയ്സ് ഫീൽഡ്. ഇപ്പോൾ 2n എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡറാണ്, എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിൽ എന്തുമാത്രം എലമെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ കൗണ്ട്. ഇപ്പോൾ അതിൽ നമ്മൾ അഡീഷൻ എങ്ങനെയാണ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞു. ഞാൻ അതിൻ്റെ തന്നെ രണ്ട് വേരിയേഷൻസ് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് നോർമലി നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പോളിനോമിയൽസിൻ്റെ ഫോമിലേക്ക് നമ്മളുടെ ബിറ്റ് പാറ്റേണിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. എന്നിട്ട് ഈ പോളിനോമിയൽ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിരുന്നത്. ഈ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ രണ്ട് പോളിനോമിയൽസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ n-1 ആണെങ്കിൽ നമുക്ക് ആ റിസൾട്ടിനെ റെഡ്യൂസ് ചെയ്ത് n-1 താഴേക്കുള്ള റേഞ്ചിലേക്ക് എത്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ചെയ്തിരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു പ്രൈം പോളിനോമിയൽ ഉപയോഗിച്ച് ഈ കിട്ടുന്ന പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്ത് ആ റിമൈൻഡർ വാല്യൂ ആണ് നമ്മൾ റിസൾട്ടായിട്ട് കീപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതേ പ്രോസസ്സ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മളുടെ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ദാൻ n-1 ആണെങ്കിൽ നമ്മളവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ ഡിവിഷനാണ്. ഡിവിഷൻ യൂസിങ് ദ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡറാണ് നമ്മൾ റിസൾട്ടായിട്ട് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ ഓപ്പറേഷന് ഒരു എഫിഷ്യൻസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു ഡിഫറെൻറ്റ് അൽഗോരിതമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോളിനോമിയൽ വേറൊരു പോളിനോമിയലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് x² × x⁵ + 1 ആണെങ്കിൽ ആദ്യം x ഇൻറ്റു ആ പോളിനോമിയൽ ചെയ്യുക, ആ കിട്ടുന്ന റിസൾട്ടിനെ വീണ്ടും ഒന്നുകൂടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നുവെച്ചാൽ റിപ്പീറ്റഡ്ലി x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് x² × P2. ഇതാണ് നമുക്ക് ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ. അല്ലെങ്കിൽ P2 എന്ന് പറഞ്ഞ പോളിനോമിയലിനെ x² കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ x × P2 ചെയ്യാം. അപ്പോൾ അതൊരു പാർഷ്യൽ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും. ഞാൻ കിട്ടുന്ന റിസൾട്ടിനെ അഗെയിൻ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ റിസൾട്ട് ഓഫ് x² × P2 അല്ലെങ്കിൽ x² × സെക്കൻഡ് പോളിനോമിയൽ. അപ്പോൾ ഓരോ മൾട്ടിപ്ലിക്കേഷനും ഇതേ പ്രോസസ്സ് അനലോഗ്സ് ആയിട്ട് ഇതുപോലെ തന്നെ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുക യൂസിങ് കമ്പ്യൂട്ടർ. അപ്പോൾ x⁵ ചെയ്യണമെങ്കിൽ ആദ്യം x ഇൻറ്റു ചെയ്യുക, അത് ഒന്നുകൂടി x ചെയ്യുമ്പോൾ x² ആവും, ഒന്നുകൂടി x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁵ ആവും, അങ്ങനെ x⁵ എത്തുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പാർഷ്യൽ പ്രൊഡക്ട്സിനെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുക. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലൈയിങ് P1 ആൻഡ് P2. P1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോളിനോമിയൽ തന്നിട്ടുണ്ട്, ദിസ് ഇസ് P2. ഇനി GF ഓഫ് 2⁸. GF ഓഫ് 2⁸ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ബിറ്റ് പാറ്റേൺ 8 ആയിരിക്കും നമുക്കതിലെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ആ ഓരോ 8 ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ രണ്ട് പോളിനോമിയൽസിനെ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പോളിനോമിയൽസിൻ്റെ മാക്സിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ n-1 വരെ വരാൻ പാടുള്ളൂ. ഇപ്പോൾ 2⁸n 8 ആയതുകൊണ്ട് 8-1 7 വരെയാണ് ഡിഗ്രി വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിബിൾ പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട് x⁸ + 4 + 3 + x + 1. അപ്പോൾ P1 × P2 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ n-1, അതായത് 7നേക്കാളും ഗ്രേറ്റർ ഡിഗ്രി വരികയാണെങ്കിൽ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് താഴെ ടേബിളിൽ കാണുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കമ്പ്യൂട്ടർ അൽഗോരിതം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പാർഷ്യൽ റിസൾട്ട്സ് കണ്ടുപിടിച്ചിട്ട് അതുപയോഗിച്ചാണ് ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ നമുക്ക് x⁵ ഉണ്ട്, x² ഉണ്ട്, x ഉണ്ട്. ഈ മൂന്ന് ടേംസ് നമുക്ക് ഈ P2 എന്ന് പറഞ്ഞ എൻ്റെ പോളിനോമിയലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ചെയ്യുക, ആദ്യം നമ്മൾ ഫസ്റ്റ് ടേബിളിൽ കാണുന്ന ഫസ്റ്റ് റോ നോക്കുക, x⁵ × P2. x⁵ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1ൻ്റെ റിസൾട്ട് തന്നെയാണ് വരിക. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ P2 സെക്കൻഡ് പോളിനോമിയൽ തന്നെയായിരിക്കും. അതാണ് x⁵ 7 + 4 + 3 + 2 + x. നമുക്കിവിടെ റിഡക്ഷൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. റിഡക്ഷൻ നമുക്ക് ആവശ്യം വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ എക്സിൻ്റെ പവർ ഗ്രേറ്റർ ദാൻ 7 വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് റിഡക്ഷൻ ആവശ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർഷ്യൽ റിസൾട്ട് നമുക്ക് കിട്ടി. നെക്സ്റ്റ് x⁵ × പോളിനോമിയൽ P2. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ടിനെയാണ് നമ്മൾ ഒന്നുകൂടി x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ x × പ്രീവിയസ് പാർഷ്യൽ റിസൾട്ട് അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം x × x⁵ എന്ന് പറയുമ്പോൾ x⁸ കിട്ടും. ഇവിടെ x × x⁵ എന്ന് പറയുമ്പോൾ 4 എന്ന് പറയുമ്പോൾ 5 ആയിട്ട് മാറും, ഇത് x⁴ ആയിട്ട് മാറും, ഇത് x⁵ ആയിട്ട് മാറും, ഇത് x² ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്, x⁸ 8 + 5 + 4 + 3 + 2. ഇവിടെ നമുക്ക് ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 8, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ n-1. x⁵ 7 ആണ് നമുക്ക് മാക്സിമം അലൗഡ് ആയിട്ടുള്ളത്. നമുക്കിവിടെ കിട്ടിയേക്കുന്ന x⁸ ആണ്. അപ്പോൾ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യണം യൂസിങ് ദ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ റിഡക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ യെസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷന് കിട്ടിയ റിസൾട്ട് ഈ കാണുന്നത് ദിസ് ഈസ് ദ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ ആ കിട്ടിയ പ്രോഡക്റ്റിനെ ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ x⁸ ആണ്, ഇവിടെ x⁸ ആണ്. സോ 1 ടൈം അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 1 ഇവിടെ കൊടുത്തു. സോ 1 × ഈ എൻ്റയർ ടേം. അപ്പോൾ x⁸ 8 + ഇത് ഫുള്ള് ഇങ്ങനെ തന്നെ നമുക്ക് താഴേക്ക് കിട്ടും. സോ 1 × x⁸ ഇവിടെ കിട്ടി, 1 × x⁴ ഇവിടെ കിട്ടി, 1 × x⁵, then 1 × x and 1 × 1. അപ്പോൾ അത്രയും ടേംസ് ഇവിടെ കിട്ടി.
ഇനി നമ്മളിവിടെ ചെയ്യുന്ന ഓപ്പറേഷൻ നമുക്കറിയാം XOR ആണ് ഓപ്പറേഷൻ. നമുക്ക് ലൈക്ക് ടേംസ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇവിടെ x⁻8 രണ്ടെടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഒഴിവാക്കി. x⁻5 ഒന്നേ ഉള്ളൂ, അത് നമ്മൾ കീപ്പ് ചെയ്തു. x⁻4 രണ്ടെണ്ണം ഉണ്ട്, ഒഴിവാക്കി. x⁻3 രണ്ടെണ്ണം ഉണ്ട്, ഒഴിവാക്കി. ഇനി x² വന്നു, x വന്നു, 1 വന്നു. സോ ദിസ് ഈസ് ദ റിസൾട്ട്. x⁻5 പ്ലസ് x² പ്ലസ് x പ്ലസ് 1. അതാണ് എഴുതിയേക്കുന്ന റിസൾട്ട്. ഇനിയിപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് പാർഷ്യൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന x⁻2 ഇൻറ്റു P2 ആണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ പാർഷ്യൽ റിസൾട്ടിൻ്റെ കൂടെ ഒന്നുകൂടി എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x ഇൻറ്റു പ്രീവിയസ് പാർഷ്യൽ റിസൾട്ട് x⁻5 പ്ലസ് x² പ്ലസ് x പ്ലസ് 1. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാക്സിമം പാർ x⁻6 കിട്ടുള്ളൂ. സോ x⁻6 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1. ഇപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ 7-7നേക്കാളും ഗ്രേറ്റർ ഡിഗ്രി വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ n-1 ഡിഗ്രി വരാത്തതുകൊണ്ട് നമുക്ക് റിഡക്ഷൻ ഒന്നും ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് നോ. നെക്സ്റ്റ് നമ്മൾ x⁻3 ഇൻറ്റു P2. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് x⁻2 ഇൻറ്റു P2 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടി നമ്മൾ x മൾട്ടിപ്ലൈ ചെയ്യാം. സോ x ഇൻറ്റു പ്രീവിയസ് റിസൾട്ട്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാക്സിമം x⁻1ഉം 6 കൊണ്ട് വരുമ്പോൾ x⁻7 നമുക്ക് കിട്ടുള്ളൂ. സോ x⁻7 പ്ലസ് x⁻4 പ്ലസ് x⁻3 പ്ലസ് x⁻2. എല്ലാത്തിൻ്റെ കൂടെയും ഒന്ന് വെച്ച് ഡിഗ്രി കൂടും. അപ്പോൾ ഇവിടെയും നമുക്ക് ഗ്രേറ്റസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ n-1 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും റിഡക്ഷൻ ആവശ്യമില്ല. ഇറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ആസ് നോ. നെക്സ്റ്റ് x⁻4 ഇൻറ്റു P2. അപ്പോൾ എഗെയിൻ x⁻3യുടെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ കൂടെ ഒന്നുകൂടി എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ x ഇൻറ്റു x⁻7 വരുമ്പോൾ നമുക്കറിയാം 7 പ്ലസ് 1 അവിടെ 8 ആയി. സോ അപ്പോൾ ഇവിടെ നമുക്ക് റിസൾട്ട് എന്ന് പറഞ്ഞാൽ x⁻8 വരും. ഇവിടെ 1ഉം 4ഉം കൂടി ആകുമ്പോൾ 5 വരും. ഈ 1ഉം 3ഉം കൂടി ആകുമ്പോൾ 4 വരും. 1ഉം 2ഉം കൂടി ആകുമ്പോൾ 3 വരും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദാൻ n-1. അപ്പോൾ ഇവിടെ നമ്മൾ അഗെയിൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ കിട്ടിയ പ്രോഡക്റ്റിനെ നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ നേരത്തെ ഉപയോഗിച്ച അതേ പോളിനോമിയൽ തന്നെ അത് ഉപയോഗിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇവിടെ നമുക്കറിയാം ഇവിടെ x⁻8 ആണ്, ഇവിടെ x⁻8 ആണ്. സോ 1 ടൈംസ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ 1 തന്നെ നമ്മൾ കോഷ്യൻ്റായി. ഇനി 1 ഇൻറ്റു ഈ എൻ്റെ ടേം അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. ഇവിടെ ലൈക്ക് ടേംസ് ക്യാൻസൽ ചെയ്യുക. x⁻8 പോയി, 5 ഒരെണ്ണോട് കീപ്പ് ചെയ്തു, 4 രണ്ടെണ്ണം കൊണ്ട് ക്യാൻസലായി, 3 രണ്ടെണ്ണം കൊണ്ട് ക്യാൻസലായി, x പ്ലസ് 1 ഉണ്ട്, അതിവിടെ കീപ്പ് ചെയ്തു. സോ റിസൾട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് x⁻5 പ്ലസ് x പ്ലസ് 1 ആയിട്ട് മാറി. അതാണ് ഈ എഴുതിയിരിക്കുന്നത് x⁻5 പ്ലസ് x പ്ലസ് 1. സോ റിഡക്ഷൻ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ എസ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ x⁻4 വരെയുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. നമ്മളുടെ P1 നോക്കുകയാണെങ്കിൽ നമുക്ക് x⁻5 കൂടി ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. x⁻5 ഇൻറ്റു P2. അപ്പോൾ x⁻4ൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, അതിൻ്റെ കൂടെ ഒന്നുകൂടി x മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിയാൽ 5 ആണ്, ഇവിടെ 1 ആണ്. സോ 5 പ്ലസ് 1 6. അപ്പോൾ ഹൈസ്റ്റ് പവർ നമുക്ക് എന്തായാലും n-1 തന്നെ കിട്ടും. സോ x⁻6 വന്നു, x ആയിരുന്നത് x² ആയി, 1 ആയിരുന്നത് x ആയി. റിഡക്ഷൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ റിസൾട്ട് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആവശ്യമുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേംസ് എന്ന് പറഞ്ഞാൽ x ഇൻറ്റു ആവശ്യമുണ്ട്, x² ആവശ്യമുണ്ട്, x⁻5 ആവശ്യമുണ്ട്. അപ്പോൾ ആ 3 ടേംസ് എടുക്കുക, കമ്പൈൻ ചെയ്യാം. x⁻5 എന്ന് നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് റിസൾട്ട്, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിനെ നമ്മൾ ആദ്യം എടുത്തു. x⁻6 പ്ലസ് x² പ്ലസ് x പ്ലസ് ഇനി x⁻2 ആണ്. അപ്പോൾ അതിൻ്റെ പാർഷ്യൽ റിസൾട്ട് എടുക്കുക. x⁻2ൻ്റെ പാർഷ്യൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് x⁻6 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് x. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ ലാസ്റ്റ് വണ്ണാണ് പാർഷ്യൽ റിസൾട്ട് ഉണ്ട്, എക്സിൻ്റെ ആണ്. സോ x ഇൻറ്റു ചെയ്തേക്കുന്ന റിസൾട്ട് ഈ കാണുന്നതാണ്. സോ x⁻5 പ്ലസ് x² പ്ലസ് x പ്ലസ് 1. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതിനെ മൂന്നിനെയും കൂടി കമ്പൈൻ ചെയ്യുക യൂസിങ് XOR. ഇവിടെ നമുക്ക് ലൈക്ക് ടേംസിനെ ക്യാൻസൽ ചെയ്യാവുന്നത് തന്നെയാണ് നമ്മുടെ റിസൾട്ട്. ഇവിടെ നമുക്ക് x⁻6 രണ്ടെണ്ണം ഉണ്ട്, അത് ക്യാൻസലായി. 5 ഒരെണ്ണോളം നമ്മൾ റിസൾട്ടിൽ കീപ്പ് ചെയ്തു. ഇനി 3 നോക്കുകയാണെങ്കിൽ 3 ഒരെണ്ണേ ഉള്ളൂ, അതിനെ റിസൾട്ടിൽ കീപ്പ് ചെയ്തു. x⁻2 നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അത് ക്യാൻസലായി. എഗെയിൻ ഒരു x⁻2 ഉണ്ട്, അതുകൊണ്ട് അതും റിസൾട്ടിൽ കീപ്പ് ചെയ്തു. ഇനി x നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, അത് രണ്ടും ക്യാൻസലായി. എഗെയിൻ ഒരു x ഉണ്ട്, അത് നമ്മൾ റിസൾട്ടിൽ കീപ്പ് ചെയ്തു. ദെൻ 1 ഈസ് ഓൾസോ കെപ്റ്റ് ഇൻ ദ റിസൾട്ട്. സോ ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ് P1 ആൻഡ് P2. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അൽഗോരിതം ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പാർഷ്യൽ റിസൾട്ട്സ് ഉപയോഗിച്ച് രണ്ട് പോളിനോമിയലിൻ്റെ റിസൾട്ടിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സിൻ്റെ ഏത് പോളിനോമിയലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓരോ സ്മോളർ പവേഴ്സിൽ നിന്ന് തുടങ്ങുക. ഏത് ഹയസ്റ്റ് പവർ വരെ പോകണോ അതുവരെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് പോവുക. സോ റിസൾട്ട് നീഡ് ടു ബി റെഡ്യൂസ്ഡ് ഓൺലി ഇഫ് ദ പോളിനോമിയൽ മാക്സിമം പവർ ഈസ് n-1. അപ്പോൾ n-1നേക്കാളും ഗ്രേറ്റർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ മോഡുലസ് പോളിനോമിയൽ ഉപയോഗിച്ച് നമ്മളതിനെ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കീപ്പ് ചെയ്യാണ് ചെയ്തത്. ഇതിന് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത വേർഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് ഉപയോഗിച്ചാണ് നമ്മളതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ടിലേക്ക് എത്തിയത്. ഇനി നമ്മൾ ഇതിന് അനലോഗസ് ആയിട്ട് ഓരോ പോളിനോമിയലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് പാറ്റേൺ ഉപയോഗിച്ച് ഇതേ റിസൾട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിഫറെൻറ്റ് അൽഗോരിതമാണ് താഴെ പറഞ്ഞത്. അതാണ് ഈ 1, 2 എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റ് പാറ്റേൺ ആണ്. നമ്മൾ ഇതേ പോളിനോമിയൽസ് തന്നെ ബിറ്റ് പാറ്റേൺ.
ഈ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മളുടെ പ്രീവിയസ് റിസൾട്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാർഷ്യൽ റിസൾട്ട് ഏതാണോ അതിൻ്റെ MSB വാല്യൂ ചെക്ക് ചെയ്യുക. 0 ആണെങ്കിലാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, 1 ആണെങ്കിൽ നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. 0 ആണെങ്കിൽ ചെയ്യുന്ന കാര്യം നമ്മളുടെ ആ റിസൾട്ടിനെ ഒന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇനി അല്ല MSBയുടെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഈ ഷിഫ്റ്റിംഗ് എന്തായാലും ചെയ്യണം. അത് കൂടാണ്ട് ഒരു XOR കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ XOR നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മോഡുലസുമായിട്ടായിരിക്കണം. ഇനി മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x⁸8 + സംതിങ് എന്നാണ് നമ്മളുടെ മോഡുലസ് വരിക. എന്ന് പറഞ്ഞാൽ ഈ x⁸8 ആകുമ്പോൾ നമ്മളതിനെ ബിറ്റ് പാറ്റേൺ ആകുമ്പോൾ നമുക്ക് അവിടെ 9 ബിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ബിറ്റിനെ നമ്മൾ ഒഴിവാക്കി ബാക്കിയുള്ള ബിറ്റ്സ് എടുത്ത് വേണം നമ്മൾ XOR ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്സ് ഉപയോഗിച്ചാൽ നമുക്ക് ഇതേ റിസൾട്ട് തന്നെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. സോ അതേ P1 P2 പിന്നെ ഈ കാണിച്ചത് നമ്മളുടെ മോഡുലസ് പോളിനോമിയൽ. അപ്പോൾ ഈ P1ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്, നമ്മളുടെ ബിറ്റ് പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ x⁵5 x² x ഈ 3 ടേംസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് കോൺസ്റ്റൻറ്റ് ഇല്ല, x ഉണ്ട് അതുകൊണ്ട് അതിന് 1 ആയി, x² ഉണ്ട് അതിനും 1 ആയി, x⁵3 ഇല്ല 4 ഇല്ല 5 ഉണ്ട് അതിനും 1 ആയി. ഇനി കാണുന്നത് P2ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 7 ഉണ്ട്, ഇവിടെ x⁵7 ടേം ഉണ്ട്. ഇനി 5ഉം 6ഉം ഇല്ല, അപ്പോൾ അതുകൊണ്ട് 2 0. ഇനി 4 3 2 1 ഉണ്ട്, അതുകൊണ്ട് 4 1 കോൺസ്റ്റൻറ്റ് ടൈമില്ല 0. ഇനി മോഡുലസിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് 9 ബിറ്റ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ മോഡുലസിൻ്റെ ഹൈയസ്റ്റ് പവർ x⁸8 ആണ്. അപ്പോൾ x⁸8 ആയതുകൊണ്ട് ആ വാല്യൂ ആണ് 1. പിന്നെ ഇവിടെ നമുക്ക് 7 6 5 ഇല്ല, അതുകൊണ്ട് 3 0. ഇനി 4 3 ഉണ്ട്, അതുകൊണ്ട് 1 1. 2 ഇല്ല, അതുകൊണ്ട് 0. ഇനി x ഉണ്ട് കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് 1. ഇനി നമ്മൾ നേരത്തെ വരച്ച അതേ ടേബിളാണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത്. പക്ഷേ റെപ്രസെൻറ്റേഷനിലെ കമ്പ്യൂട്ടേഷൻ പോകുന്നത് ബിറ്റ് പാറ്റേൺസ് ഉപയോഗിച്ചാണെന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് x⁻0 × P2 എന്ന് പറഞ്ഞാൽ P2 തന്നെ. അപ്പോൾ P2ൻ്റെ അതേ ബിറ്റ് പാറ്റേൺ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് x⁻1 × P2 ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പ്രീവിയസ് റിസൾട്ട് എടുക്കുക. പ്രീവിയസ് റിസൾട്ടിൻ്റെ MSB നോക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് വാല്യൂ 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ 1 ഇവിടുന്ന് പോയി, അപ്പോൾ 0 0 ആയി, 4 1 ആയി, ഒരു 0 ഓൾറെഡി ഇവിടെ ഉണ്ട്, ഒരു 0 നമ്മൾ ബാക്കിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഷിഫ്റ്റിങ്ങിൻ്റെ റിസൾട്ട് കഴിഞ്ഞു. ഇനി MSB 1 ആയതുകൊണ്ട് ഷിഫ്റ്റിംഗ് മാത്രം പോരാ, അതിനെ നമ്മുടെ മോഡുലസുമായിട്ട് XOR ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആ റിസൾട്ടിന് ഈ മോഡുലസിൻ്റെ MSB നമ്മൾ ഒഴിവാക്കി. ഇത് നമുക്കറിയാം 9 ബിറ്റ് ഉണ്ട്, നമുക്കിവിടെ 8 ബിറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് ബിറ്റിനെ അങ്ങോട്ട് ഒഴിവാക്കി ബാക്കിയുള്ള ആൾക്കാരെ എടുത്തിട്ട് നമ്മളിവിടെ XOR ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഉണ്ടല്ലോ 3 0 1 1 0 1 1 3 0 1 1 0 1 1. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് XOR ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയതാണ് നമ്മളുടെ പുതിയ പാർഷ്യൽ റിസൾട്ട്. ഇനി XORിങ് നിങ്ങൾക്ക് അറിയാം, ഞാനത് പ്രോസസ്സ് ബിറ്റ് ബൈ ബിറ്റ് പറയുന്നില്ല. 0 0 ആണെങ്കിൽ നമുക്ക് 0 ആവും, 1 1 ആണെങ്കിലും 0 ആവും. 0 1 വരുന്ന കേസിൽ മാത്രം നമുക്ക് റിസൾട്ട് 1 കിട്ടുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് x⁻1ൻ്റെ പാർഷ്യൽ റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ x⁻2 ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ് റിസൾട്ടിൻ്റെ MSB വാല്യൂ ആണ്. ഇവിടെ MSB 0 ആണ്, അപ്പോൾ നമുക്ക് ഷിഫ്റ്റിംഗ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അതാണ് ഈ കാണിച്ചിരിക്കുന്ന റിസൾട്ട്. ഈ ലെഫ്റ്റ് മോസ്റ്റിൽ 0 പോയി, 0 1 0 0 3 1 0 1 0 0 3 1 ലാസ്റ്റ് ഒരു 0 ആഡ് ചെയ്തു. ഇവിടെ നമുക്ക് XORിങ്ങിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് MSBയുടെ വാല്യൂ നമുക്ക് 0 ആയിരുന്നു. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, അതായത് x⁻3 × P2. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും പ്രീവിയസ് റിസൾട്ട് നോക്കുക. ഇവിടെ MSBയുടെ വാല്യൂ എന്താണ്, 0 തന്നെയാണ്. അപ്പോൾ അഗെയിൻ ഒരു പ്രാവശ്യം ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 0 പോയി, 1 0 0 1 1 1 പിന്നെ ഒരു 0 ഓൾറെഡി ഉണ്ട്, ഒരു 0 നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് XORിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് MSB ബിറ്റ് വാല്യൂ 0 ആണ്. നെക്സ്റ്റ് x⁻4 × P2 ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് റിസൾട്ടിൻ്റെ MSB വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ 1 പോയി, അതാണ് ഈ റിസൾട്ട്. 0 0 3 1 0 0 ലാസ്റ്റ് ഒരു 0 കൂടെ ആഡ് ചെയ്തു. ഇനി ഈ കിട്ടിയ റിസൾട്ടിൻ്റെ കൂടെ നമ്മൾ മോഡുലസ് വാല്യൂ ഉപയോഗിച്ച് XOR ചെയ്യുക. മോഡുലസിനെ കംപ്ലീറ്റ്ലി എടുക്കുന്നില്ല, മോഡുലസിലെ MSB ഒഴിവാക്കി ബാക്കിയുള്ള ബിറ്റ്സ് എടുത്താണ് XOR ചെയ്യുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ XORിൻ്റെ റിസൾട്ടാണ് നമ്മളുടെ നെക്സ്റ്റ് പാർഷ്യൽ റിസൾട്ട്. ഇനി അടുത്ത x⁻5 × P2 ചെയ്യണം. അപ്പോൾ പ്രീവിയസ് റിസൾട്ട് നോക്കിയാൽ ഇവിടെ MSB 0 ആണ്, അപ്പോൾ ഷിഫ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലെഫ്റ്റ് മോസ്റ്റ് 0 പോയി, 0 1 3 0 1 1 0 1 3 0 1 1 ലാസ്റ്റ് ഒരു 0 ആഡ് ആയി. അപ്പോൾ അവിടെ നമുക്ക് പ്രീവിയസ് ബിറ്റ് റിസൾട്ടിൻ്റെ MSB 0 ആയതുകൊണ്ട് XOR ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് വിൽ ബി ദ സെയിം റിസൾട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ടേംസിനെ കമ്പൈൻ ചെയ്യാം. ഇനി ഇവിടെ നമുക്കറിയാം 3 ടേംസ് ആണല്ലോ, x⁻5 x² x. അപ്പോൾ അതുകൊണ്ട് x-ൻ്റെ ടേം എടുക്കുക, x⁻2ൻ്റെ ടേം എടുക്കുക, x⁻5ൻ്റെ ടേം എടുക്കുക. ഈ 3 റിസൾട്ട്സ് എടുത്ത് XOR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ പഴയ റിസൾട്ട് തന്നെയായിരിക്കും. അപ്പോൾ നേരത്തെ ചെയ്ത ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇതേ റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് അവിടെയും കിട്ടുക.
അപ്പോൾ രണ്ട് ഓപ്ഷൻസും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് 7ഉം 6ഉം ഇല്ല, x⁵5 ഉണ്ട്, 4 ഇല്ല, 3 2 ഉണ്ട്, കോൺസ്റ്റൻ്റ് ഉണ്ട്, 1 ഉണ്ട്. ഇതേ റിസൾട്ട് തന്നെയായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ഷിഫ്റ്റിംഗ് നമ്മൾ ചെയ്തു. 1 2 3 4 5 5 ഷിഫ്റ്റിങ്ങും അതുപോലെ 4 XOR ഓപ്പറേഷൻസുമാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 XOR, പിന്നെ ഈ കാണുന്ന ഈ 2 XOR. അപ്പോൾ ഒരു ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ n-1 ലെഫ്റ്റ് ഷിഫ്റ്റിങ്ങും 2n XOR ഓപ്പറേഷൻസ് ആയിരിക്കും നമുക്ക് രണ്ട് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n-1 മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത്.